ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ലൊരു കിടിലൻ മാങ്ങ അച്ചാറാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാനിത് അതുപോലെ മീഡിയം സൈസുള്ള ഒരു 5 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ മാങ്ങ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ കനം കുറച്ച് കട്ട് ചെയ്യേണ്ട, അതുപോലെ കുറച്ചൊരു കനത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് ഞാനൊരു 3/4 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇത് മിക്സ് എടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയും ആകുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒന്ന് ഉപ്പും ഒക്കെ അതിലേക്കൊന്ന് പിടിക്കട്ടെ. കുറച്ച് സമയം ഒന്ന് നമുക്കിതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. കടുകും ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയിലെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അധികം ഓവർ തരിയില്ലാതെ ചെറുതായിട്ടൊന്ന് ചെറിയ തരികളോട് കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി അതിന് ശേഷം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. വെളുത്തുള്ളി മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് കളറൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് എരിവ് കുറവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 3 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. ഇനി എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് 3 ടീസ്പൂൺ ചേർക്കേണ്ട, അതിന് കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലൊന്ന് എണ്ണയിൽ കിടന്നിട്ടൊന്ന് മുളക് പൊടി ഒന്ന് മൂത്ത് വരണം. എന്നിട്ട് കരിഞ്ഞു പോകരുത്. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം. ഇത് മുളക് പൊടി മൂത്ത് വരുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി എല്ലാ ഭാഗത്തേക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നമുക്കിതിലേക്ക് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണയുടെ ചൂടും ചട്ടിയുടെ ചൂടൊക്കെ മതി നമുക്ക് മാങ്ങ നന്നായിട്ട് ഇതൊരു കടിക്കാൻ കിട്ടുന്ന ലെവലിലുള്ള ഒരു അച്ചാറാണ് കേട്ടോ. മാങ്ങ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകുന്നില്ല. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊടിച്ച് വെച്ചിട്ടുള്ള കടുകിൻ്റെയും ഉലുവയുടെയും ചെറിയ ജീരകത്തിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ പാകമാണെന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക്
സൂക്ഷിച്ച് വെക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്താൽ മതി. അതല്ല പെട്ടെന്ന് നമ്മൾ കഴിച്ച് പൊട്ടിപ്പോണതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടോ. ഇതിലേക്ക് നമ്മൾ അച്ചാർപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അച്ചാർപ്പൊടിക്ക് പകരമാണ് നമ്മൾ കടുകും ഉലുവയും ജീരകവും പൊടിച്ച് ചേർത്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അധികം ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മുമ്പത്തെ വീഡിയോസ് ഒന്ന് പോയി കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.